ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായണ കാവ്യത്തിലെ അത്യധികം സുന്ദരമായ ഒരു രംഗമാണ് ശ്രീ ഹനുമാൻ സ്വാമിയുടെ ഔഷധഹരണ യാത്ര. ഇന്ദ്രജിത്തിൻ്റെ ആക്രമത്തിൽ ഘോരമായ ആ യുദ്ധത്തിൽ രാമപക്ഷം മൃത്യുവശകരായ സമയത്താണ് വിഭീഷണൻ, ഒരല്പം മാറി നിന്ന വിഭീഷണൻ യുദ്ധവേളയിലൂടെ നടന്ന ആർക്കൊക്കെയാണ് ജീവനുണ്ട് എന്ന് നോക്കുന്നത്. അപ്പോഴാണ് ഹനുമാനെ കണ്ടുമുട്ടുന്നത്. തുടർന്ന് ഹനുമാനും വിഭീഷണനും കൂടി ആ യുദ്ധവേദികയിലൂടെ നടക്കുമ്പോൾ ജാംബവാനെ കാണുന്നു. കണ്ണു തുറക്കാനാകാതെ വിഭീഷണൻ്റെ ശബ്ദം തിരിച്ചറിയുന്ന ജാംബവാൻ വിഭീഷണനോട് ചോദിക്കുന്നുണ്ട്, ഈ യുദ്ധത്തിൽ വീണ് കിടക്കുന്നവർക്കിടയിൽ എവിടെയെങ്കിലും മാരുതപുത്രൻ ജീവനോടെയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന വിഭീഷണൻ പറയുന്നു, അങ്ങ് എന്താണ് ശ്രീരാമനെയോ ലക്ഷ്മണനെയോ സുഗ്രീവനെയോ അങ്കദനെയോ അന്വേഷിക്കാതെ ഹനുമാനെ അന്വേഷിക്കുന്നത്? ഹനുമാനോട് പ്രത്യേക വാത്സല്യമുണ്ടായത് എന്തുകൊണ്ടാണ്? അപ്പോൾ ജാംബവാൻ മറുപടി പറയുന്നത് ഇപ്രകാരമാണ്, മാരുതപുത്രൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും രക്ഷപ്പെട്ടു എന്ന് കൂട്ടുക, അല്ലെങ്കിലോ പോയവർ പോയി ഉള്ളവരുണ്ട് എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇത് കേൾക്കുന്ന ആ സാക്ഷാൽ ശ്രീ ഹനുമാൻ ഞാനിവിടെ തന്നെയുണ്ടല്ലോ എന്ന് പറഞ്ഞ് ജാംബവാനെ നമസ്കരിക്കുകയാണ്. തുടർന്ന് സുഷേണൻ, വാനരന്മാരുടെ വൈദ്യനായ സുഷേണൻ്റെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾ ജാംബവാൻ്റെ ആജ്ഞയെ തുടർന്ന് ഹനുമാൻ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. ആ ഔഷധഹരണ യാത്ര 4 ദിവ്യ ഔഷധങ്ങളാണ് കൊണ്ടുവരേണ്ടത്. ഒന്ന് വിശല്യകരണിയാണ്. ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവുകളിൽ നിന്ന് ആയുധാവശിഷ്ടങ്ങളെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് വിശല്യകരണി. തുടർന്ന് സന്ധാനകരണി എന്ന മരുന്നാകട്ടെ ഔഷധസസ്യമാകട്ടെ മുറിവ് കൂടാൻ ഉപയോഗിക്കുന്നതാണ്. സുവർണകരണി ത്വക്കിനെ പൂർവ്വസ്ഥിതിയിലാക്കുന്നതാണ്. ചികിത്സാവേളയിൽ ജീവാപായം സംഭവിക്കാതെ രക്ഷപ്പെടുത്താനാണ് മൃതസഞ്ജീവനി. ഇപ്രകാരമുള്ള ദിവ്യ ഔഷധങ്ങളെ തിരിച്ചറിയാനാകാതെ, ഐഡൻറ്റിഫൈ ചെയ്യാനാകാതെ ആ പർവ്വത ശിഖരം തന്നെ എടുത്തു വരുന്ന ശ്രീ ഹനുമാൻ രാമായണ കാവ്യത്തിലെ വളരെ സുന്ദരമായൊരു ദൃശ്യമാണ് എന്ന് കാണാം. ആ ദിവ്യ ഔഷധങ്ങളുടെ കാറ്റേൽക്കുമ്പോൾ തന്നെ വീണു മരിച്ചവരെല്ലാം പുനരുജ്ജീവിച്ച് എഴുന്നേറ്റ് വരുന്നത് കാണാം. അപ്പോൾ ഹനുമാൻ രാമപക്ഷത്തെ മുഴുവൻ പുനരുജ്ജീവിപ്പിക്കുകയാണ്, രക്ഷിക്കുകയാണ്. രാമായണ കാവ്യം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന, അന്തരീക്ഷത്തിൽ വായു എന്നതുപോലെ രാമായണ കാവ്യം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശ്രീ ഹനുമാൻ സ്വാമി, ആ ശ്രീ ഹനുമാൻ സ്വാമിയുടെ സ്മരണ ഒന്നുകൊണ്ട് മാത്രം തന്നെ രാമായണത്തെക്കുറിച്ചുള്ള ഏത് ചിന്തകളും, രാമകഥയെക്കുറിച്ചുള്ള ഏതു ചിന്തകളും പൂർണ്ണ ഫലപ്രാപ്തിയിൽ എത്തിച്ചേരും. ഹനുമാൻ സ്വാമിയെ സ്മരിക്കുന്നവർക്ക് ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹവും ഹനുമാൻ സ്വാമിയുടെയും സീതാദേവിയുടെയും അനുഗ്രഹവും ഉണ്ടാകും. ആ ഹനുമാൻ്റെ ചൈതന്യധന്യത നിറഞ്ഞു പരിലസിക്കുന്ന രംഗമാണ് ഔഷധഹരണയാത്രയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. തുടർന്ന് 14 വർഷം വ്രതനിഷ്ഠമായ ജീവിതം നയിച്ച സൗമിത്രി ഇന്ദ്രജിത്തിനെ വധിക്കുകയാണ്. ഇന്ദ്രനെ പോലും ജയിച്ച രാവണപുത്രനായ ആ മേഘനാഥനെ ലക്ഷ്മണൻ ജയിക്കുന്നു. ശ്രീരാമൻ കുംഭകർണനെ വധിക്കുന്നു. പ്രബലരായ രാക്ഷസന്മാരെയെല്ലാം വധിക്കുന്നു. തുടർന്ന് നടക്കുന്ന ആ ഘോര യുദ്ധത്തിലാണ് ആ രാക്ഷസ രാജാവായ രാവണനും നിഹനിക്കപ്പെടുന്നത്. ഇപ്രകാരം ഘോരമായ രാമരാവണ യുദ്ധം, മാനുഷനായ ശ്രീരാമൻ രാക്ഷസരാജാവായ രാവണനെ വധിക്കുന്നു. രാവണവധത്തിനായി അവതാരം ചെയ്ത സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു ഇപ്രകാരം ലോകത്തിൻ്റെ രക്ഷയെ നിർവഹിക്കുന്നു എന്ന് കാണാം. രാമായണം അതിൻ്റെ ആ വൈശിഷ്ട്യമായ സാഫല്യത്തിലേക്ക് എത്തിച്ചേരുകയാണ് രാവണവധത്തോടുകൂടി. രാവണവധമാണ് അവതാര ലക്ഷ്യം. അതിന് ഹേതുവായി വർത്തിക്കുന്നതോ സാക്ഷാൽ സീതാദേവിയും. അങ്ങനെയുള്ള അമഹത്തായ രാമായണ കാവ്യം നമുക്ക് അതിനെ അനുസന്ധാനം ചെയ്യുന്ന ഭക്തരായ നമുക്കെല്ലാവർക്കും അനുഗ്രഹത്തെ പ്രദാനം ചെയ്യട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ.